ആചാരലംഘനത്തിന് കുടപിടിച്ച സർക്കാരും ദേവസ്വം ബോർഡും പമ്പാ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം എന്ന പ്രഹസനത്തിനൊരുങ്ങുമ്പോൾ ഭക്തർക്കൊപ്പം ഒരിക്കൽ കൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് ജനം TV. വിശ്വാസത്തോടൊപ്പമാവണം വികസനം എന്ന സന്ദേശവുമായി ജനസഭകൾക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിലാണ് ആദ്യ ജനസഭ. നാളെ അമ്പലപ്പുഴയിലും സെപ്റ്റംബർ 18-ന് ചെങ്ങന്നൂരിലും 19-ന് എരുമേലിയിലും 21-ന് പന്തളത്തും ജനസഭകൾ നടക്കും. ജനങ്ങൾക്കിടയിലേക്ക് സ്വന്തം ജീവൻ ബലികഴിപ്പിച്ച പോലും ഒരു യുവതി പോലും ശബരിമലയുടെ ഒരു പടി ചവിട്ടില്ലെന്നു. ധർമ്മ സംരക്ഷണത്തിന് ജനസഭകളുമായി വീണ്ടും. ശബരിമല അയ്യപ്പന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. സെപ്റ്റംബർ 16 തിരുവനന്തപുരം. സെപ്റ്റംബർ 17 അമ്പലപ്പുഴ. സെപ്റ്റംബർ 18 ചെങ്ങന്നൂർ. സെപ്റ്റംബർ 19 എരുമേലി. സെപ്റ്റംബർ 21 പന്തളം. അന്നും ഇന്നും എന്നും ഭക്തർക്കൊപ്പം. വിനീഷ് ചേരുന്നു. വിനീഷ്, ഭക്തർക്കൊപ്പം എന്നും എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ജനം TV എല്ലാ കാലത്തും പുലർത്തിയിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പ്രഹസനത്തിന് എതിരെ ഒരിക്കൽ കൂടി ജനം TV ജനങ്ങൾക്കിടയിലേക്ക് ജനസഭയുമായി ഇറങ്ങുകയാണ്. ഇന്നാണ് ആ ദിവസം. എങ്ങനെ കാണാം? തീർച്ചയായിട്ടും രോഹിണി പറഞ്ഞതുപോലെ തന്നെ ജനം TV വീണ്ടും ജനസഭയുമായി പൊതുസമക്ഷം എത്തുകയാണ്. ജനങ്ങളുടെ അഭിപ്രായം തത്സമയം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിലെ ജനങ്ങൾ അവരുടെ വികാരം, വിശ്വാസം ഇതെല്ലാം തന്നെ പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പ ഭക്ത സംഗമം, ആഗോള അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ നടത്തുന്നതിന് പിന്നിലെ ഉദ്ദേശം എന്താണ്, ഉദ്ദേശശുദ്ധി അത് ശരിയാണോ എന്ന ഒരു ചോദ്യം തന്നെയാണ് ജനം TV ഉന്നയിക്കുന്നത്. അന്നും ഇന്നും ഭക്തർക്കൊപ്പം എന്ന നിലപാട് ഉറക്കെ പറഞ്ഞുകൊണ്ട് ജനം TV അങ്ങനെ വീണ്ടും ജനസമക്ഷം എത്തുന്നു, ജനസഭയിലൂടെ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്ന് ജനസഭ നടക്കുന്നത് പ്രത്യേകിച്ച് ഗാന്ധി പാർക്കിലാണ്. ഞാൻ നിൽക്കുന്ന ഗാന്ധി പാർക്കിലാണ്. ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ തന്നെ ഒരുങ്ങിയിരിക്കുന്നു. കൃത്യം 7:30 മണിയോടുകൂടി തന്നെ ജനസഭയ്ക്ക് തുടക്കമാകും. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഒപ്പം തന്നെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ രംഗത്തെ പ്രമുഖരും ജനം TVയുടെ ഈ ജനസഭയുടെ ഭാഗമാകും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യം 7:30 മണിക്കാണ് പരിപാടിക്ക് തുടക്കമാകുക. അന്ന് ശബരിമലയിലുണ്ടായ സർക്കാരിൻ്റെ ഇടപെടലുകൾ, ആചാരലംഘനത്തിനായി സർക്കാർ നീക്കിവെച്ച അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒളിഞ്ഞുള്ള പദ്ധതികൾ, അതെല്ലാം പല ഘട്ടങ്ങളിലായി ജനം TV തുറന്നു കാട്ടുന്ന സമീപനം പല കേന്ദ്രങ്ങളിൽ നിന്ന് ജനം TV കാണിച്ചിരുന്നു, പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ ആഗോള ഭക്ത സംഗമം നടത്തുന്നത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നു. ആ ചോദ്യത്തിന് പിന്നിൽ വൈകാരികമായ ഭക്തരുടെ ഒരു നിലപാടുണ്ട്. ആ നിലപാടുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ ജനം TV ഇന്നു മുതൽ എത്തിക്കുകയാണ്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഗാന്ധി പാർക്കിൽ, ഞാൻ നിൽക്കുന്ന ഗാന്ധി പാർക്കിൽ കൃത്യം 7:30 മണിയോടുകൂടി തന്നെ ഈ പരിപാടിക്ക് ജനസഭ പരിപാടിക്ക് തുടക്കമാകും. രോഹിണി. ശരി വിനീഷ്. ആചാരലംഘനത്തിന് കുടപിടിച്ച സർക്കാരും ദേവസ്വം ബോർഡും പമ്പാ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം എന്ന പ്രഹസനത്തിനൊരുങ്ങുമ്പോൾ ഭക്തർക്കൊപ്പം ഒരിക്കൽ കൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് ജനം TV. ജനം TVയുടെ ജനസഭയുടെ ആദ്യ ദിനമാണ് ഇന്ന്. തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിലാണ് ആദ്യ ജനസഭ.